ഇനി അറിയേണ്ടത് നാളത്തെ കാര്യങ്ങളാണ്. നാളെ ഏത് രീതിയിലായിരിക്കും ഈ തെരച്ചിൽ നടക്കുക? ഇന്നത്തെ ദിവസത്തെ തെരച്ചിൽ നടപടികളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. മുണ്ടക്കയിലായാലും അല്ലെങ്കിൽ ഈ വില്ലേജ് റോഡിലായാലും എല്ലാമുള്ള തെരച്ചിൽ നടപടികൾ രാത്രി ആയതോടെ നിർത്തിവെച്ചിരിക്കുന്നു. അന്ന് മാത്രമല്ല, വൈകുന്നേരമായപ്പോൾ ശക്തമായ മഴ പെയ്തുകൊണ്ട് തന്നെ കാര്യമായ തെരച്ചിലുമായിട്ട് പിന്നീട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതുമാത്രമല്ല, നമ്മൾ ആദ്യത്തെ ദിവസത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് ഇനിയിപ്പോൾ കണ്ടെടുക്കാൻ ജീവനോടെ ആളുകളെ കണ്ടെത്തുക എന്നത് അസാധ്യമായിരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. അതുകൊണ്ട് തന്നെ സാവധാനവും ശരിയാമണ്ണവുമുള്ള തെരച്ചിൽ നടത്തി എന്തുമാത്രമാണ് ഈ ദുരന്തത്തിൻ്റെ ആഘാതം എന്ന് കണ്ടെത്തുക എന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് ഇപ്പോൾ ദൗത്യ സംഘങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പം നാളെ അത് ഒരു നിർണായക ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയാം. കാരണം സൈന്യം ഉണ്ടാക്കിയിട്ടുള്ള താൽക്കാലിക പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാവുകയും അതുവഴി ട്രാഫിക് ഓപ്പൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആംബുലൻസുകളാണ് രാത്രി അതുവഴി കടന്നു പോകുന്നത്. കൂടുതൽ ഹിറ്റാച്ചുകൾ, കൂറ്റൻ ഹിറ്റാച്ചുകൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവ നാളെ രാവിലെ മുതൽ അപ്പുറത്തേക്ക് പ്രവേശിച്ചു തുടങ്ങും. അപ്പോൾ മുണ്ടക്കൈയിലെ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിച്ച ഏറ്റവും വലിയ ദുരന്ത ഭൂമിയായ മുണ്ടക്കൈയിൽ കൂടുതൽ മിഷനറി ഉപയോഗിച്ചുകൊണ്ടുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരുപക്ഷെ കൂടുതൽ ബോഡികൾ കണ്ടെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ സർക്കാരും ഒപ്പം തന്നെ ദുരന്ത നിവാരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും ഈ രക്ഷാ ദൗത്യ സംഘാംഗങ്ങളും ഒക്കെ നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. മുണ്ടക്കൈയിലെ ദുരന്തം എന്തുമാത്രം വലുതാണ്, പുഞ്ചിരിമട്ടത്തെ ദുരന്തം എന്തുമാത്രം വലുതാണ്, അല്ലെങ്കിൽ വില്ലേജ് റോഡിലെ ദുരന്തം എന്തുമാത്രം വലുതാണ്, ഇതിന് താഴെയൊക്കെ എന്തുമാത്രം മനുഷ്യന്മാരുണ്ട് എന്നറിയാൻ നാളത്തെ ദൗത്യം ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ ഇപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ന് വളരെ ചുരുങ്ങിയ കണക്കിൽ മാത്രമേ ബോഡികൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ വില്ലേജ് റോഡായിരുന്നു ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെട്ട സ്ഥലം. അവിടെ നിന്ന് 4 ബോഡിയും ഒരു ബോഡിയുടെ ശരീരഭാഗമാണ് ഇന്ന് കിട്ടിയത്. വില്ലേജ് റോഡിൽ കൂടുതൽ പരിശോധന നടത്തണമെന്നുള്ള ആവശ്യം ഇന്നലെ മുതൽ തന്നെ അവിടുത്തെ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ തടികളും മറ്റ് ഈ വീടുകളുടെ അവശിഷ്ടങ്ങളും വന്ന് അടിഞ്ഞത് വില്ലേജ് റോഡിലാണ്. അവിടെ താമസിക്കുന്ന ആളുകൾക്കല്ല അപകടം ഉണ്ടായത്. പക്ഷേ ഈ പറയുന്ന ഒരു 2 മുതൽ 3 കിലോമീറ്റർ ദൂരം വരെ പ്രവഹിച്ചു വന്ന ഈ ഉരുൾപൊട്ടൽ ഇതിൻ്റെ ഒരു പോർഷൻ അവസാനിച്ചത് ഈ വില്ലേജ് റോഡിലാണ്. അപ്പോൾ അവിടെ ആവട്ടെ ആദ്യത്തെ ദിവസത്തിൽ, അതായത് വേണ്ടത്ര മിഷനറി ഒന്നും ഇല്ലാതെ നടത്തിയ തരത്തിൽ തന്നെ ഒരു ഡസനോളം ആളുകളുടെ ബോഡി കണ്ടെത്തി. ഇന്ന് ഇപ്പോൾ കൂടുതൽ മരങ്ങളൊക്കെ ഇളക്കി കൂടുതൽ ഹിറ്റാച്ചുകൾ കൊണ്ടുവന്ന് പരിശോധന നടത്തിയപ്പോഴും ഈ 4-5 ബോഡി കിട്ടി. നാളെയും അവിടെ പരിശോധന തുടരും. ഒപ്പം 13-ാം പാലം എന്ന് പറയുന്ന സ്ഥലത്ത് പരിശോധിക്കാനുണ്ട്. കൂടുതൽ സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് പരിശോധന നടത്തുകയും വികേന്ദ്രീകൃതമായിട്ടുള്ള പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാളത്തെ ദിവസം നിർണായകമാണ് എന്ന് പറയാം. ഈ ദുരന്തം എന്നായാലും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ തോതിൽ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നത് മാത്രമല്ല, നമുക്ക് ഈ ബോഡികൾ മുഴുവൻ കണ്ടെടുക്കാൻ കഴിയുന്ന സാധ്യത കുറഞ്ഞു വരുന്നു എന്നതുകൂടി പറയേണ്ട കാര്യമാണ്. കാരണം ഒന്നാമത് മണ്ണിൻ്റെ ഒരുപാട് അടിയിലാണ് മൃതദേഹങ്ങൾ ഉള്ളത് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ എങ്ങനെ കണ്ടെത്തും? ഇപ്പം നായകളെ ഉപയോഗിച്ചുകൊണ്ട് അവ മണം പിടിച്ച് സ്പോട്ട് ചെയ്തിരിക്കുന്ന 15 സ്പോട്ടുകൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവിടെയാണ് നാളെ പരിശോധന നടത്തുക. അപ്പോൾ അത് എന്തുമാത്രം ഇന്നിപ്പോൾ വൈകുന്നേരം നമ്മൾ ഇപ്പം നിൽക്കുന്നത് ചൂരൽമലയിലാണ്. ചൂരൽമലയുടെ ഓരത്തുകൂടി വരുന്ന പുഴയുടെ സൈഡിലൊക്കെ നായം മണം പിടിച്ചതിനെ തുടർന്ന് അവിടെ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത്രയും മണ്ണടിയിലുള്ള ബോഡികൾ എങ്ങനെയാണ് നായക്ക് കണ്ടെത്താൻ കഴിയുക, ഫൗണ്ട് ചെയ്യാൻ കഴിയുക, മീൻസ് അതിനെ മണം പിടിക്കാൻ കഴിയുക എന്നൊക്കെയുള്ള ആശയക്കുഴപ്പം അവിടെ ഉണ്ട്. എന്തായാലും ഇവിടെ എല്ലാം പരിശോധിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ സാമഗ്രികൾ കൊണ്ടുവരുമ്പം വലിയ വീടുകൾ തകർന്നു പോയിട്ടുണ്ട്. ചെറിയ വീടുകളൊന്നുമല്ല, വലിയ ഇരുനില വീടുകളും നല്ല വീടുകളുണ്ടായിരുന്ന വീടുകളാണ് ഒരു പറ്റം വീടുകൾ തകർന്നു പോയത്. അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് പാളികൾ നീക്കുക, കുറേയൊക്കെ ഒലിച്ചു മാറിയിട്ടുണ്ട്. ഇത് നീക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ടാസ്ക് ആയിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതുകൊണ്ട് നാളത്തെ പരിശോധന കഴിയുമ്പോൾ ഒരുപക്ഷെ കുറച്ചുകൂടി വലിയ തരത്തിലേക്ക് നമ്പർ മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം. അതെ, അത് തന്നെയാണ് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നതും.